നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭരതേട്ടൻ കൊണ്ടുവന്ന ഒരുപാട് പ്രതിഭാശാലികളായിട്ടുള്ള അഭിനേതാക്കൾ. അതിൽ പാഥേയം എന്ന ചിത്രത്തിലൂടെ ഭരതേട്ടൻ കണ്ടെത്തിയ ഒരു പ്രിയപ്പെട്ട നായിക അഭിനേത്രി ചിപ്പി ഇപ്പോൾ ഭരതേട്ടനെ ഓർക്കുന്നു. പാഥേയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ന്യൂ കമ്മറിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമുള്ള ഒരു പ്രോജക്റ്റായിരുന്നു പാഥേയം. കാരണം അതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഭരതൻ അങ്കിളാണ് അതിൻ്റെ ഡയറക്ടർ. ഭരത് ഗോപി അങ്കിളും ഭാവചിത്ര ജയകുമാർ അങ്കിളും കൂടെ ചേർന്നിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ലോഹിത സാറിൻ്റെ ആണ് രചന. മമ്മൂക്ക അഭിനയിക്കണു. പിന്നെ മധു അമ്പാട്ട് ക്യാമറ. അങ്കിളെൻ്റെ ഫോട്ടോസേ കണ്ടിരുന്നുള്ളൂ അന്ന് പാഥേയത്തിന് വന്നു. അപ്പോൾ എൻ്റെ ഫോട്ടോസ് കണ്ടു. എന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നൈയിൽ അങ്കിളുടെ വീട്ടിൽ പോയി. അപ്പോൾ അന്ന് അവിടെ സംസാരിച്ചു. എന്നിട്ട് എന്നോട് പടത്തിൻ്റെ ഡേറ്റാണ് പറഞ്ഞത്. നമ്മൾ കൊടൈക്കനാലിൽ ഷൂട്ടിംഗ് ആണ്, അപ്പോൾ ഇന്ന ദിവസമാണ് അവർ കോൺടാക്ട് ചെയ്യും എന്ന് പറഞ്ഞു. 2-3 ദിവസം ഞാൻ ലൊക്കേഷനിലുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് കാണും, എല്ലാവരുമായിട്ട് പരിചയമായി. അപ്പോൾ ഒരു ദിവസം മേക്കപ്പ് മാൻ മണിച്ചേട്ടനോട് പറഞ്ഞു അവളെ റെഡിയാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ മണിച്ചേട്ടൻ എനിക്ക് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ നല്ല പോണിറ്റെയിലൊക്കെ കെട്ടി, കാരണം ആ ഒരു ഏജും ആണല്ലോ. അങ്ങനെ കെട്ടി ഒക്കെ വന്നു. അപ്പോൾ ഷോട്ട് എടുക്കാൻ പോകും. അപ്പോൾ എല്ലാവരും വന്നിട്ട് എടുക്കാൻ പോവാണ്, തുടങ്ങാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ വന്നു. അപ്പോൾ അങ്കിൾ അവിടെ ചേറിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി. എന്നിട്ട് മണി എന്ന് വിളിച്ചു. അപ്പോൾ മണിച്ചേട്ടൻ ഓടി വന്നു. നീ എന്താ അവളുടെ മുഖത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്, എല്ലാം തുടക്കുക എന്ന് പറഞ്ഞു. മണിച്ചേട്ടൻ ഫുൾ ക്രീം ഇട്ട് കംപ്ലീറ്റ് മേക്കപ്പ് മാറ്റി അവളുടെ മുടി അഴിച്ചിട്ട്, അവളെപ്പോഴും ഇടുന്ന പോലെ അഴിച്ചിട്ടേ എന്ന് പറഞ്ഞു. അഴിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു നീ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരണം എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ശരി. അവിടെ നിന്ന് ചെന്നു, നടന്നു വന്നു. അപ്പോൾ എല്ലാവരും നോക്കി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നും കൂടെ. അപ്പോൾ അത് റിഹേഴ്സലായിരുന്നു, അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അത്. അപ്പോൾ ഒന്നും കൂടെ പോയിട്ട് ഒന്നും കൂടെ നടന്നു വന്നേന്ന് പറഞ്ഞു. ഞാൻ ഒന്നും കൂടെ പോയിട്ട് ഒന്നും കൂടെ നടന്നു വന്നു. അപ്പോൾ എല്ലാവരും കൈയടിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായത് ഷോട്ടായിരുന്നു എന്ന്. കാരണം ആ സിനിമയിൽ എനിക്കൊന്ന് ആ ഒരു ഷോട്ടിൽ വേണ്ടത് ആ ഒരു പരിഭ്രമമായിട്ട് നടന്നു വരുന്നതായിരുന്നു. കാരണം ഇത്രയും വലിയൊരു എഴുത്തുകാരൻ കാണാൻ വരുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിൽ നടന്നു വരുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നും പറഞ്ഞു തന്നില്ല വെറുതെ. കാരണം എൻ്റെ ഒരു ടെൻഷനും എല്ലാം അങ്കിളിന് അറിയാവുന്നതുകൊണ്ടായിരിക്കും അത്ര സ്മൂത്തായിട്ടാണ് ആ സിനിമ ചെയ്തത്. ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ കഥാപാത്രത്തിനെ കുറിച്ചും ഞാൻ അഭിനയിച്ചതിനെ കുറിച്ചും ഒക്കെ ഓരോരുത്തർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പാഥേയം, അതുപോലെ അന്നെടുത്താൽ ചമയം എന്ന് പറയുന്ന സിനിമ. ആദ്യം മുതലുള്ള എല്ലാ സിനിമകളും ഗംഭീരല്ലേ. പ്രയാണം, ഗുരുവായൂർ കേശവൻ ഒരു സിനിമ. ആന, മൃഗം. ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു വലിയൊരു ആനയാണ് ഈ നായരമ്പലം ശിവജി. ആ ആനയെ മെരുക്കി ആ രൂപത്തിലാക്കി അതിലെ പാട്ടുകളും അതിന്റെ വിഷ്വൽസും. ഞാൻ ഈ പാട്ടിനെ പറ്റി പറഞ്ഞ സാഹചര്യത്തിൽ ഈ ഇടയ്ക്കൊരു ഞാൻ നെറ്റ് നോക്കിയപ്പം നമ്മൾ ആക്ഷൻ ഹീറോ ആയിട്ടാണ് സ്ഥിരം കണ്ടിട്ടുള്ളതെങ്കിലും, അല്ലെങ്കിൽ വില്ലനായി ആക്ഷനായി ഫൈറ്റാണ് പ്രധാന പരിപാടിയെങ്കിലും ബാബുചേട്ടൻ ഒരു ഗംഭീര പാട്ടുകാരനാണ്. പാടാൻ പറഞ്ഞപ്പോൾ ഇങ്ങനൊന്നും ആക്കി പാടുന്ന ആളല്ല, നേരെ പാടുവോ? നേരെ പാടുന്ന ഒരാളാണ്, നന്നായിട്ട് പാടുന്ന ആളാണ്. അപ്പോ ശ്രുതിയും താളവും നമുക്ക് അറിയില്ല. എന്റെ ബാബു, ഞാൻ പറയട്ടെ, എൻ്റെ ഒരു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഞാൻ പാടുന്ന ഒഴികെ ബാക്കി പാടുന്ന എല്ലാവരിലും അതിന്റെ ഉള്ളിൽ കാണുന്ന പ്രത്യേകതകൾ ആസ്വദിക്കുന്ന ഒരാളാണ്. ധൈര്യമായിട്ട് പാടിക്കും. മാത്രല്ല താളം മറന്നുള്ള പാട്ട് ചെയ്ത ആളല്ലേ. അപ്പൊ പിന്നെ ഇവിടെ താളം മറന്നാലും ഒരു പ്രശ്നമില്ല. അതെ. പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, ൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം, മത്തേ കാവിൽ നിന്നും തേവര് താഴെഴുന്നള്ളും നീ, ഓലോലം മഞ്ചൽ മൂളി പോരുന്നുണ്ടേ, മൂളി പോരുന്നുണ്ടേ, പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, ൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം. ഇതൊക്കെ ഒരു സ്പിരിറ്റ് ആണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്താ പറയാ, വൺസ് മോർ എന്ന് പറയാൻ. ചുരം എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ എത്തി നിൽക്കുമ്പോൾ പോലും അതിൽ എത്രയോ ക്യാരക്ടേഴ്സ്, ചായക്കടയിലാണെങ്കിലും ഈ പറഞ്ഞ ആനിമൽസിന്റെ സാധനമുണ്ട്. ഒരു ആനക്കുട്ടി, ആനേനെ റെസ്ക്യൂ ചെയ്യുന്ന സീൻ അതിനകത്തുണ്ട്. അതായത് ഒരു മിക്ക സിനിമകളിലും അങ്ങനെയൊക്കെ ഒരു പാർട്ടിസിപ്പേഷൻ, പ്രകൃതിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറെ എലമെന്റ്സ് സിനിമയിൽ എങ്ങനെയൊക്കെയോ. അല്ല, ഭരതേട്ടന്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ അതിന് മണ്ണിന്റെ ഒരു സുഗന്ധം ഉണ്ടാവും, പെണ്ണിന്റെ ചൂരുണ്ടാവും. എവിടെയും ഏത് ഫ്രെയിമിലും പ്രകൃതിയുടെ ഒരു കീറ്, ഒരു ചീന്ത അവിടെ ഉണ്ടാവും. അതാണ് ഭരതേട്ടന്റെ പ്രത്യേകത. ഓർമ്മയിലെന്നും ഭരതൻ 38 മലയാള ചിത്രങ്ങൾ, 5ഓളം തമിഴ് ചിത്രങ്ങൾ, അങ്ങനെ 50 വയസ്സിനുള്ളിൽ ഒരുപാട് ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിക്കുന്നു.
അതെല്ലാം കാലത്തെ അതിജീവിച്ച് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു മഹാപ്രതിഭയുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഓർമ്മയിലെന്നിൻ്റെ കഴിഞ്ഞ ലക്കങ്ങൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതിലുള്ള സാന്നിധ്യങ്ങളെല്ലാം വളരെ വിലപ്പെട്ടതായിരുന്നു. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന സംഗീത സംവിധായകരിലൊരാളായ ഔസേപ്പച്ചൻ സാർ, അദ്ദേഹത്തിൻ്റെ തുടക്കം വന്ന യാത്രകൾ, സിനിമകൾ, കഥകളെല്ലാം നമ്മളോട് പങ്കുവച്ചു. ഭരതൻ സാറ് തന്നെ മലയാള സിനിമയിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന ബാബു ആന്റണി ചേട്ടൻ, അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങളെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും ആ കാലഘട്ടത്തിലെ അനുഭവങ്ങളെക്കുറിച്ചും വൈശാലി പോലുള്ള ക്ലാസിക് സിനിമകളെക്കുറിച്ചും സംസാരിക്കുന്നു. ജയരാജേട്ടൻ വലിയ സൗഹൃദം, അദ്ദേഹത്തോടുള്ള ആരാധകൻ. വലിയ സ്വാതന്ത്ര്യം, അദ്ദേഹം തന്നെ പറയുന്ന പോലെ ആരാധകൻ, അത് നമ്മളെല്ലാവരുമാണ് ആരാധകൻ. അങ്ങനെ ഒരു സന്തത സഹചാരിയായിട്ടുള്ള ജയരാജേട്ടൻ, എം.ഡി. രാജേന്ദ്രൻ സാറ് വന്നുപോയി. ഒരുപാട് പാട്ടുകളെക്കുറിച്ചും വരികളെക്കുറിച്ചുമെല്ലാം സൗഹൃദങ്ങളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം പങ്കുവച്ചു. ഈ ഒരു കലാകാരൻ്റെ നഷ്ടം അല്ലെങ്കിൽ ഒരു കലാകാരിയുടെ നഷ്ടമൊക്കെ പലപ്പോഴും പകരം വെക്കാനില്ലാത്ത നഷ്ടം എന്ന് നമ്മൾ പറയും. പക്ഷേ അതിന് പകരം വെക്കുകയല്ലെങ്കിലും കാലം അതിന് പുതിയതുകൾ വെക്കും. സിനിമ തുടർന്നുകൊണ്ടേയിരിക്കും, കല തുടർന്നുകൊണ്ടേയിരിക്കും, പാട്ടുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അത് പകരം വെക്കാനുള്ള ആളുകൾക്ക് പകരക്കാരില്ലാതെ പുതിയ ആളുകൾ വന്ന് അത് മുന്നിലേക്ക് കൊണ്ടുപോകും. പക്ഷേ അപ്പോൾ കലാകാരൻ എന്ന നിലയിലോ അഭിനേതാവ് എന്ന നിലയിലോ ഒക്കെ നമുക്ക് ഉള്ള നഷ്ടങ്ങളെക്കാളൊക്കെ ഒരു പക്ഷേ സിദ്ധാർത്ഥൻ നമ്മളോടൊപ്പം ഉള്ളപ്പം അതൊരു പകരം വയ്ക്കാനാകാത്ത നഷ്ടം തന്നെയാണ്. സിദ്ധുവിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ, സിദ്ധു ലളിത ചേച്ചിയുടെ എപ്പിസോഡിലും ഭരതൻ സാറിൻ്റെ എപ്പിസോഡിലും നമുക്കറിയാത്ത അവരുടെ വീട്ടുകാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം കൂടി അഭിനേതാവായിട്ടും സംവിധായകനായിട്ടും എല്ലാം തിളങ്ങുന്ന സിദ്ധുവിനും രണ്ടാമത്തെ സാന്നിധ്യത്തിന് നന്ദി ഈ അവസരത്തിൽ പറയുന്നു. ഓർമ്മയിലെന്നും ഭരതൻ എന്ന ഈ ലക്കം അവസാനിക്കുന്നതിന് മുമ്പ് ആൽബം സൈനിങ്. ഓർമ്മയിലെന്നും ഭരതൻ എന്ന ലക്കം അവസാനിക്കുമ്പോൾ പ്രിയപ്പെട്ട സിദ്ധാർത്ഥ ഭരതന് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ സാർ, അമൃത TV ഭാഗത്തു നിന്നുള്ള ചെറിയൊരു ഉപഹാരം.